ഒരു പായ്ക്കപ്പൽ ഒരു കുഞ്ഞു ദ്വീപിലേക്ക് എത്തി. ഒരു ദിവസത്തെ ഹോൾട്ടാണ്. അപ്പോൾ അതിനുള്ളിലൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ബിഷപ്പ് അങ്ങനെ തീരത്തോട് നടക്കാനിറങ്ങിയപ്പോൾ 3 മുക്കുവർ ഓടി വന്നു പിതാവിൻ്റെ കൈമുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്. പിതാവിന് സന്തോഷമായി. ഇത് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥനയൊക്കെ അറിയാമോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന അറിയാം. അവർ പറഞ്ഞ് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ കൈ ഉയർത്തി കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾ 3 നിങ്ങൾ 3 ഞങ്ങളെ കാത്തോളണേ. ബിഷപ്പ് പറഞ്ഞത് പൊട്ട പ്രാർത്ഥനയാണ്. അങ്ങനെ ബിഷപ്പ് ഒരു ദിവസം മുഴുവൻ എടുത്ത് ഇവരെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. പിറ്റേ ദിവസം കപ്പൽ കയറി ബിഷപ്പ് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി, സംതൃപ്തിയോടെ പോകുന്നത്. കാരണം ഇവർ 3 പേരും തെറ്റാതെ ആ പ്രാർത്ഥന ചൊല്ലി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ കപ്പൽ വരുന്നു. അതിനകത്ത് മെത്രാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ദൂരെ നിന്ന് ഈ കുഞ്ഞു ദ്വീപ് കാണാം ദൂരത്ത്. അപ്പോൾ ഓർമ്മകളുണ്ടായി. 3 മുക്കുവരെക്കുറിച്ച് ഓർത്തു. ആ സമയത്ത് ഒരു ചെറിയ വട്ടം ഇങ്ങനെ വെള്ളത്തിലൂടെ വരുന്നു. നോക്കുമ്പോഴെന്താ, 3 മുക്കുവർ ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു വരിക, തിരക്ക് പിടിച്ച് നടന്നു വരിക. കപ്പലിലെ ആൾക്കാരൊക്കെ അന്താളിച്ച് കാഴ്ച കാണുക. ഈ 3 മുക്കുവർ മെത്രാനോട് പറഞ്ഞ, പിതാവെ അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന മറന്നുപോയി, ഒന്നും കൂടി പഠിപ്പിക്കുമോ? അന്താളിച്ച് നിൽക്കുന്ന ബിഷപ്പ് അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. എന്നിട്ട് നിങ്ങളുടെ ആ പ്രാർത്ഥനയില്ലേ, ഞങ്ങൾ 3 നിങ്ങൾ 3 ഞങ്ങളെ കാത്തോളണേ, നിങ്ങൾക്കത് മതി. ഓരോ ദിവസവും പുതിയ പുതിയ അച്ചടിച്ച പ്രാർത്ഥനകൾ കൊണ്ട് ഇങ്ങനെ നമ്മുടെ സഭ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പുതിയ പുതിയ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ പോലും ഒരുപാട് ഭാരപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം അരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പനെ അറിയാമല്ലോ, അതുപോരെ.